പ്രമേഹ രോഗികൾക്ക് ഷുഗർ ലെവൽ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഈ ടിപ്സ് എല്ലാം റെഗുലർ ആയിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ലെവൽ കുറച്ചുകൊണ്ട് ആ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ ആക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം, തലേ ദിവസം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് തിളപ്പിച്ച് ആറിച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ ഉലുവ ചവച്ചിറക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മുടെ ഷുഗർ ലെവലിനെ ക്രമമാക്കി വെക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഗണ്യമാക്കി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി ആഹാരം ഏതെങ്കിലും ഒരു നേരം കഴിക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ 3 നേരം മാത്രം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് അതിന്റെ അതേ ക്വാണ്ടിറ്റി ഒരു ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് ഇന്റർവെല്ല് കുറച്ച് ഫ്രീക്വൻസി കൂട്ടി, അതായത് ഒരു 6 നേരമാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ 3 നേരം കഴിക്കുന്ന ഭക്ഷണം ഒരു 6 നേരമാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡെയിലി ഏതെങ്കിലും ഒരു വെജിറ്റബിളിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ജ്യൂസ് കഴിക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര ഉപയോഗിക്കരുത്. പിന്നെ ഡെയിലി ഏതെങ്കിലും ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സലാഡ് കഴിക്കുക. ധാരാളം ഇലക്കറി കഴിക്കുക. അപ്പൊ ഉച്ചയ്ക്ക് ചോറുണ്ണുന്നതിന്റെ കൂട്ടത്തിൽ കൂടുതലായിട്ടും സാലഡ്, ഇതുപോലെ ഇലക്കറികൾ, പിന്നെ ധാരാളം പച്ചക്കറികൾ അടങ്ങിയ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി കൂട്ടി കഴിക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ ഇറച്ചിയോ മീനോ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുമ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് തലേദിവസം കുതിർത്ത് വെച്ച 4-5 ബദാം പരിപ്പോ അതല്ലെങ്കിൽ മുളപ്പിച്ച പയറ്, പുഴുങ്ങിയ പയറ്, കടല ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ പാല് കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഒട്ടും പഞ്ചസാര ഉപയോഗിക്കരുത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ തേനോ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം ഗ്ലൂക്കോസിന്റെ ലെവൽ ഉയർത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഡെയിലി ഒരു 45 തൊട്ട് 1 മണിക്കൂർ വരെയുള്ള സമയം കടുത്തമായി നല്ലതുപോലെ ശരീരം വേർക്കുന്ന രീതിയിലുള്ള ഒരു വ്യായാമത്തിലും കൂടെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ശരീരത്തിലെ ഷുഗർ ലെവലിനെ കൺട്രോളിലാക്കാവുന്നതാണ്.